ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദിന് ട്രിപ്പ് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോഴേ ഇറങ്ങി. 2 വണ്ടിയിലായിട്ടാണ് പോയത്. ഒരു വണ്ടിയിൽ ഞാനും അലക്കി മിച്ചും, പിന്നെ സൗമി ജാസ്മിത്തയും, പിന്നെ വേറെ വണ്ടിയിൽ ഫൈസലും ആഷിക്കും അങ്ങനെ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ജിദ്ദയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടുന്ന് കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം തായിഫ് പോകാമെന്നുള്ള പ്ലാനായിട്ടാണ് പോയത്. അങ്ങനെ പോകുന്ന വഴിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടുന്ന് ഒരു കുട്ടി കുറച്ച് പടക്കം മിച്ചുവിന് കൊടുത്തു. പക്ഷെ സംഭവം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷെ അവൻ തന്നെ ആദ്യം പൊട്ടിച്ച് കാണിച്ചു തന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ ആ സംഭവം. പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളവിടുന്ന് തിരിച്ചു കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു 7-8 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ജിദ്ദ എത്തും. പക്ഷെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി പോകുന്നതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്ത് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാവും എത്തുക. അങ്ങനെ പോകുന്ന വഴിയിൽ ദർബ് എത്തിയപ്പോൾ ചുരമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം പെപ്പർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചായ കോഫിയും പിന്നെ ഒരു വെളിച്ചെണ്ണ പത്തിരി പോലത്തെ അതും കൂടെ കഴിച്ചു. അതിനിടയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിർത്തിയിരുന്നു കേട്ടോ. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാനാണെങ്കിലും നിസ്കരിക്കാനാണെങ്കിലും അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുത്തിട്ടാണ് പോയത് കുറച്ച് നേരം. അങ്ങനെ ഒരു ഏകദേശം 12 മണിക്ക് ആവാനായപ്പോൾ നമ്മൾ അല്ലയത്ത് എത്തിയപ്പോൾ അൽബയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനിടയിൽ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ഇതായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തിരക്കായിരുന്നു അവിടെ. നമുക്കവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പാർസൽ വാങ്ങിക്കുക ചെയ്തു. അങ്ങനെ ഫൈസലും ആഷിക്കും കൂടി പോയി അൽബൈക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടു ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. അതിനിടയിലൊരു സംഭവം ഉണ്ടായിട്ടോ. ബാക്കി വന്നൊരു പീസ് ബ്രോസ്റ്റ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ചേട്ടാ കണ്ട ഒരു പൂച്ചക്ക് വെച്ച് കൊടുത്തു. ഞാനവിടെ നിൽക്കണോണ്ട് അത് ആദ്യം കഴിച്ചില്ല. പിന്നെ വന്നത് എടുത്തിട്ട് കാറിൻ്റെ അടിക്ക് പോയി. പക്ഷെ ഒരു നായ വന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് കഴിച്ചതിൻ്റെ അടുത്തുനിന്ന് പാവം പൂച്ച. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോന്നു. അങ്ങനെ മത്സരിക്കായിരുന്നു ആരാദ്യം എത്തുമെന്ന് പറഞ്ഞു. ആദ്യം അവർ പോയി, പിന്നെ അവർ പെട്ടെന്ന് അവർ ബാക്കിലോട്ട് പോയി. പിന്നെ കുറേ എത്തിയതിന് ശേഷം അവർ കാണാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയത് എവിടെ എത്തിയെന്ന്. പക്ഷെ അപ്പോൾ അവരുടെ വണ്ടിയിൽ പെട്രോൾ തീർന്ന് ആകെ സീനായി. പിന്നെ മാപ്പൊക്കെ തപ്പി ഉള്ളിൽ നിന്നൊരു പെട്രോൾ പമ്പൊക്കെ കണ്ടെത്തി പെട്രോളൊക്കെ അടിച്ചിട്ട് തിരിച്ചു വിട്ടാ. അങ്ങനെ പേരക്കുറെ നമ്മൾ ജിദ്ദൊക്കെ എത്തി. പക്ഷെ ഇവിടെ നിന്നും കുറച്ചും കൂടെ പോകാനുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ആൾക്കാരുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. അവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ കുറച്ച് ഒരു 10-15 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നമുക്ക് ഫോട്ടോയും ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി നമ്മൾ ഫ്ലാറ്റൊക്കെ കണ്ടുപിടിച്ച് ഇതായിരുന്നു ഫ്ലാറ്റ്. അങ്ങനെ കീയൊക്കെ വെച്ച സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കീയൊക്കെ എടുത്തു. എല്ലാവരും നല്ല ടയർഡായിരുന്നു. എല്ലാവരും റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മളൊരു ഉച്ച ടൈം ആയപ്പോഴൊക്കെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് മറയിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനും ആയിരുന്നു ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി പൊറോട്ടയും ബട്ടർ ചിക്കനൊക്കെ വന്നു. പിന്നെ സൗമ്യ പറഞ്ഞ മീൽസ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ മീൽസിൻ്റെ ഐറ്റംസ് ആയിരുന്നു അതൊക്കെ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അവിടെ ഉപ്പിലിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് നേരെ പോയത് ഷെർഫിയിലോട്ടാണ്. ഫൈസലിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് ഒരു വാച്ച് വാങ്ങിച്ചു തന്നു. കാസിയോടെ 2 മോഡൽ നോക്കിയിരുന്നു. ഒന്ന് ഈ മോഡലും പിന്നെ ഒന്ന് നോർമൽ. ആദ്യത്തേനേക്കാളും ഒന്നും കൂടെ എനിക്കിഷ്ടമായത് ഇതാട്ടോ. പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ ഫോണിനൊരു കവറും കൂടെ വാങ്ങിച്ചു. അപ്പം ഇതാട്ടോ ഞാൻ അടുത്ത. പിന്നെ നേരെ ഇവിടെ പോകുന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ആൾക്കാരുടെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ ജിദ്ദ യാച്ച് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ ബോട്ടിങ് ഓൾറെഡി എക്സ്പെൻസീവാണ്. പക്ഷെ ഇതായതുകൊണ്ട് ഒന്നും കൂടെ എക്സ്പെൻസീവായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കുറച്ചധികം നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. കാരണം വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നിപ്പോൾ എവിടെയും പോകണം എന്നുള്ള പ്ലാനൊന്നുമില്ല. കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ ഒരുപാട് തായിഫ്, അൽബഹ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇവിടെ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. പിന്നെ കോർണിഷ് പോയിരിക്കുക രാത്രിയാകുമ്പോൾ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. എന്താ ഇംഗ്ലീഷ് എന്താ ഈ പറഞ്ഞേ? എന്താ പറഞ്ഞേ? പിന്നെ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും അതൊരു മൂൺ തീമിലാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായിരുന്നേ ഇല്ല കേട്ടോ. പക്ഷെ നൈറ്റായപ്പോൾ അത് ലൈറ്റൊക്കെ വന്നപ്പോഴാണ് അതൊരു മൂൺ തീമിലാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോർണിഷ് പോകാമെന്ന് പറഞ്ഞു. മിച്ചുവിൻ്റെ സംശയങ്ങളാട്ടോ അതൊക്കെ. ഒരു പടക്ക പൊട്ടുന്ന സൗണ്ട് കേട്ടതിനാണ് ഈ വക സംശയങ്ങളൊക്കെ. ആരാ പൊട്ടിക്കണേ, ഇതെന്താണ്, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങളുണ്ടാവും അവൾക്ക്. അങ്ങനെ കോർണിഷിൻ്റെ അവിടെ പാർക്കിങ്ങിന് സ്പേസ് കിട്ടാത്തതുകൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി ഇതാണ്, നല്ല തിരക്കുണ്ടാവും. നമ്മൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്നു. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ചായയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം യൂനോക്കാർഡൊക്കെ കളിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ ഇങ്ങനെ വെറുതെ ചുമ്മാ സംസാരിച്ചിരുന്നു. നമ്മൾ പോരുമ്പോൾ ഇന്നലെ മിച്ചുവിന് ആ കുട്ടി കൊടുത്തില്ല പടക്കം, അതൊക്കെ അവസാനം കയ്യിലുണ്ടായിരുന്നു. ഒക്കെ പൊട്ടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ സൗത്ത് ജിദ്ദയ്ക്ക് വന്നിരുന്നല്ലോ ജാഫർക്കാരുടെ അടുത്തേക്ക് ഈദായപ്പോൾ. അപ്പോൾ അവളെ കാണാൻ വേണ്ടി അവളെ ഫ്ലാറ്റിലോട്ട് പോയിരുന്നു. അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ജിദ്ദയ്ക്ക് വന്നത്. അവൾ ഭയങ്കര സർപ്രൈസായി. നാളെ ഫുഡ് കഴിക്കാൻ വേണ്ടി MRI പോയിരുന്നു. അപ്പോൾ MRI ക്ലോസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ തീർന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സഫയറിലോട്ട് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. നോർമൽ ഇരിക്കുന്നിടത്തൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ തന്നെ വേറൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇരുന്ന് കേട്ടോ. കാരണം അത്രയും തിരക്കായിരുന്നല്ലോ അവിടെ. എല്ലാ സീറ്റും ഫുള്ളായിരുന്നു.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പൊറോട്ട ഉണ്ടായിരുന്നു, ഗീ റൈസ് ഉണ്ടായിരുന്നു, ബീഫായിട്ടും ചിക്കനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് ഉപ്പിലിട്ട നേരത്തെ MRI പോയപ്പോൾ നോക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ കഴിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. ഇവിടുന്ന് പൈനാപ്പിളും മാങ്ങയും വാങ്ങിച്ചിരുന്നു, ഞാനും മിച്ചും കൂടെ ആയിട്ട്. എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പോയി. കാരണം ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നാളെ നേരത്തെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. 11 മണിയാകുമ്പോഴത്തേന് ഇറങ്ങണം എന്ന് പ്ലാനാക്കി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.